ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമേ, രാധിക മോളല്ല നിൽക്കുന്നത്. എവിടെ? ഏയ്, എന്താ ഇത്? ഈ രൂപത്തിൽ അവള് കാണണ്ട. അയ്യോ, അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ കാര്യം എന്താന്ന് അന്വേഷിക്കാം. ശ്യാമയെ വേഷം മാറ്. ഓ ഓ, രാധിക മോള്, മോളെന്താ എവിടെ നിൽക്കുന്നത്? അത് ഞാൻ അമ്മയുടെ കൂടെ വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്ന സ്ത്രീയെ കുറിച്ച്. എന്നിട്ട് അവരവിടെ? എന്തോ ഒരു രജിസ്ട്രേഷന് വേണ്ടി ഞാൻ ഒപ്പിടാൻ വന്നതാ. പെട്ടെന്ന് അവര് ഇറങ്ങിപ്പോയി. അതുവഴി പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. സർ, എന്ത് രജിസ്ട്രേഷൻ ഇവിടെ നടക്കാൻ പോയത്? ഈ കുട്ടി എന്തിലും ഒപ്പിടേണ്ടിയിരുന്നത്? ഒരു 10 സെക്കൻഡ് കൂടി മതിയായിരുന്നു. അതിനിടയിൽ ഇവരെവിടുന്നാ പൊട്ടിമുളച്ചത്? മോശം. ശ്യാമേ, വാ. ശ്യാമേ, ഒരു പക്ഷെ നമ്മളിപ്പോ എത്തില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായേനെ. എന്താ? രാധിക മോളുടെ അമ്മയാണെന്ന് പറഞ്ഞ് മോളുടെ പിറകെ നടക്കുന്ന ഒരു സ്ത്രീയില്ലേ, അവരെ രാധിക മോളെ ഇവിടെ കൊണ്ടുവന്നത്. എന്തൊക്കെയോ പ്രമാണങ്ങളില് രാധിക മോളെ കൊണ്ട് ഒപ്പിടിക്കാനായിരുന്നു ഉദ്ദേശം. നമ്മളെ കണ്ടപ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇതെന്തോ വലിയൊരു കുരുക്കാണല്ലോ. അതിൽ സംശയമൊന്നുമില്ല. മോളുടെ പുറകെ നടക്കുന്ന ആ സ്ത്രീയുടെ ഉദ്ദേശം മോളുടെ പേരിൽ സ്വത്തെഴുതി വാങ്ങുന്നത് തന്നെയായിരുന്നു. ഐശ്വര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഐശ്വര്യ ചുമതലപ്പെടുത്തിയ മറ്റൊരു സ്ത്രീയാവാം. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇനിയും രാധിക മോള് ഇങ്ങനത്തെ അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ സത്യം പറയുന്നതാ നല്ലത്. ഇതിനേക്കാളും നല്ല മുഹൂർത്തം ഇല്ല ശ്യാമ. കൺമുന്നിൽ നിൽക്കുന്ന ഫിദയാണ് സ്വന്തം പെറ്റമ്മയെന്ന് അവൾ അറിഞ്ഞേ പറ്റൂ. ഇനി എനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവളെ ആരും അപകടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ മോളോട് പറയാൻ പോവാ, ഗായിക ശ്യാമയാണ് നിന്റെ അമ്മയെന്ന്.